ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മളൊക്കെ ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് വിത്ത് എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തായിരുന്നു കണ്ടത്? വീട്ടിൽ കുട്ടികളോട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരിച്ചു വന്ന ശേഷം, അതായത് സ്കൂളിൽ പോയൊരു കുട്ടി തിരിച്ചു വന്ന ശേഷം അവനോട് എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്നുള്ളതാണ്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒന്ന്, റെഗുലറായിട്ട് വീഡിയോ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. രണ്ട്, നോട്ടുകൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. മൂന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അവരോട് നിങ്ങൾ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഞങ്ങളെ അറിയിക്കാം ഡെഫിനറ്റ്ലി കമൻറ്റിലൂടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഡെഫിനറ്റ്ലി ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് പോവാം. സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന കുട്ടിയോട് നമുക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? തുടങ്ങിയാലോ? ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ പറയും, അവരെ സംസാരിക്കാൻ അനുവദിക്കണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കണം. അപ്പോൾ സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ എന്തൊക്കെ നടന്നു എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഒരൊറ്റ ചോദ്യം മതി. എന്താണ് ആ ചോദ്യം? ഹൗ വാസ് എ ഡേ? എങ്ങനെ? ഹൗ വാസ് എ ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ദിവസം? അല്ലേ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ കം അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ആൻസേഴ്സ്. അവർ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ശീലമാക്കാം. ആസ്കിങ് ദം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ദേ കം ബാക്ക്, ഹൗ വാസ് എ ഡേ? വളരെ കാഷ്വൽ ആണ് കേട്ടോ. ഹൗ വാസ് എ ഡേ എന്ന് പറഞ്ഞ് ഹൗ വാസ് എ ഡേ. ഇനി എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും കുറച്ചൊരു ക്യൂരിയോസിറ്റി ആണ് അല്ലേ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ. ഇതെന്താ ടീച്ചർ പഠിപ്പിച്ചത്? ശരിയല്ലേ? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക? എന്താണ് ഇന്നിൻ്റെ ടീച്ചർ നിന്നെ പഠിപ്പിച്ചത്? സിമ്പിൾ. അത് പറഞ്ഞു നോക്കിയാലോ? വാട്ട് ഡിഡ് യുവർ ടീച്ചർ ടീച്ച് യു? എങ്ങനെ? വാട്ട് ഡിഡ് യുവർ ടീച്ചർ ടീച്ച് യു? നിന്റെ ടീച്ചർ നിന്നെ എന്താണ് പഠിപ്പിച്ചത്? വാട്ട് ഡിഡ് യുവർ ടീച്ചർ ടീച്ച് യു? എന്താണ് പഠിപ്പിച്ചത്? അപ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ കുട്ടികൾ നമ്മളോട് പറയും കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം: വാട്ട് ഡിഡ് യുവർ ടീച്ചർ ടീച്ച് യു? വാട്ട് ഡിഡ് യുവർ ടീച്ചർ ടീച്ച് യു? മൂന്നാമത്തെ സിറ്റുവേഷൻ, നമ്മുടെ ക്യൂരിയോസിറ്റി കഴിഞ്ഞു, ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവർ വന്നോളൂ കേട്ടോ, ഒറ്റ ശ്വാസത്തിൽ ഇതൊക്കെ നമ്മൾ ചോദിച്ചു തീർക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അയ്യോ കൊച്ചിന് വിശക്കുന്നുണ്ടാവുമോ? അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ്? ഡു യു ഹംഗ്രി? അല്ല, പലരും വരുന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഡു യു ഹംഗ്രി? അല്ല, എന്താണ് തെറ്റ്? അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ആർ യു ഹംഗ്രി. എന്ത്? ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? പറഞ്ഞ് ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? ഓക്കെ, നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? അപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് നമ്മൾ കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി യെസ് അല്ലെങ്കിൽ നോ പറയാം. യെസ്, ഐ എം ഹംഗ്രി മിക്കവാറും കുട്ടികൾ പറയും. കാരണം അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ്, ക്ലാസ്സിലിരുന്നു, ഓടിക്കളിച്ചു, തിരിച്ച് ബസ്സിൽ കയറി വീട്ടിലേക്ക് വന്നു. ഓഫ് കോഴ്സ് അവർക്ക് വിശക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പറയും യെസ്, ഐ എം ഹംഗ്രി, അല്ലെങ്കിൽ നോ, ഐ എം നോട്ട്. പല രീതിയിലുള്ള ആൻസേഴ്സ് പറയും കേട്ടോ. എനിവേ, നമ്മുടെ ചോദ്യം ഇതാണ്: ആർ യു ഹംഗ്രി? അപ്പം നമ്മൾ അവർക്ക് വേണ്ടി 4 മണിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. നിനക്ക് എത്ര ദോശ വേണം? എങ്ങനെ? നിനക്ക് എത്ര ദോശ വേണം? ഹൗ ഡു വി ആസ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുക? ഹൗ മെനി, അല്ലേ? എത്ര. എണ്ണാവുന്നതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് കേട്ടോ, ഹൗ മെനി. എണ്ണാത്തതാണെങ്കിൽ എന്ത് ഉപയോഗിക്കും? ഹൗ മച്ച്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഹൗ മെനി ഉപയോഗിച്ചിട്ടാണ്. How many doshas do you need? എങ്ങനെ? How many doshas do you need? How many doshas do you need? ഇപ്പോൾ ചപ്പാത്തി ആവും, how many chapatis do you need? അല്ലെ how many idlis do you need? എന്തും how many കുട്ടി ചോദിച്ചാൽ എത്ര എണ്ണം എന്നാണ് അർത്ഥം കേട്ടോ. So how many doshas do you need? പറഞ്ഞു നോക്കിക്കോളൂ. How many doshas do you need? How many doshas do you need? ഭക്ഷണമൊക്കെ കഴിച്ചു, കുട്ടി ഒന്ന് റിലാക്സ്ഡ് ആയി. പിന്നെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്: നിനക്ക് ഇന്ന് എന്തെങ്കിലും ഹോം വർക്ക് ഉണ്ടോ? അല്ലേ, നമ്മൾ ഹോംവർക്കൊക്കെ ചെയ്തു വെക്കണം. അതിനുശേഷമാണ് അവരുടെ സെൽഫ് സ്റ്റഡി ടൈമും പിന്നെ അവരുടെ കുറച്ച് ലക്ഷവോക്കിലേക്കൊക്കെ പലരും പോകുന്നത്. ഓഫ് കോഴ്സ് കുളിക്കുന്ന കാര്യമൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടാവും, ഞാനൊന്നും പറഞ്ഞില്ല, കാരണം നമ്മൾ ഓൾറെഡി ബ്രഷിങ്ങിനെ കുറിച്ചും കുളിക്കുന്നതിനെ കുറിച്ചൊക്കെ രാവിലെ ഡിസ്കസ് ചെയ്തതാണ്. എനിവേ, അപ്പോൾ നമ്മൾ ചോദിക്കുവാണ്: നിനക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ഹാവ് എനി ഹോംവർക്ക്? എങ്ങനെ? ഡു യു ഹാവ് എനി ഹോംവർക്ക്? Do you have any homework? Do you have any homework? പറഞ്ഞു നോക്കിയേ. Do you have any homework?
ഞാൻ ഈ സ്ലോയിലും സ്പീഡിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ലോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, സ്പീഡിൽ അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. മനസ്സിലാക്കുമ്പോൾ പതിയെ പറയുക, സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്പീഡിൽ ഒഴുക്കിൽ പറയാൻ പറ്റും. സോ ദാറ്റ്സ് വാട്ട് വി കോൾ as fluency in English, അല്ലെ? ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയും. സോ എങ്ങനെയാണ് പറയുന്നത്? ഡു യു ഹാവ് എനി ഹോംവർക്ക്? ഡു യു ഹാവ് എനി ഹോംവർക്ക്? അടുത്ത സിറ്റുവേഷനിലേക്ക് പോവാം. ഇത് ജാനുവരി ആണല്ലോ, അപ്പോൾ എല്ലാ സ്കൂളുകളിലും തകൃതിയായിട്ട് ആനുവൽ ഡേ നടക്കുന്ന സമയമാണ്. നമുക്ക് പെട്ടെന്ന് ആനുവൽ ഡേയെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എന്നാണ് നിൻ്റെ ആനുവൽ ഡേ? അല്ലെ, എന്നാണ് നിൻ്റെ ആനുവൽ ഡേ? എങ്ങനെ ചോദിക്കുക ഇംഗ്ലീഷിൽ? വെൻ ഈസ് യുവർ ആനുവൽ ഡേ? എങ്ങനെ? വെൻ ഈസ് യുവർ ആനുവൽ ഡേ? അപ്പോൾ നമ്മൾ സ്കൂളിലെ ആനുവൽ ഡേയെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. വെൻ ഈസ് യുവർ ആനുവൽ ഡേ? പറഞ്ഞു നോക്കിക്കോളൂ. വെൻ ഈസ് യുവർ ആനുവൽ ഡേ? പല സ്കൂളുകളിലും കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് സ്നാക്സ് കൊടുക്കും ബ്രേക്ക് ടൈമിൽ, ചില ക്ലാസ്സിലൊക്കെ. അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ സ്നാക്ക് എന്ന് നമുക്കറിയണം. നമ്മൾ ഉണ്ടാക്കുന്ന ദോശ അവർ കഴിച്ചില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിച്ചില്ല, അപ്പോൾ ചിലപ്പോൾ സ്കൂളിൽ നിന്നൊരു സ്നാക്ക് കിട്ടിക്കാണും. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ്, ഇന്ന് എന്തായിരുന്നു സ്നാക്ക്? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വാട്ട് വാസ് യുവർ സ്നാക്ക് ടുഡേ? എങ്ങനെ? വാട്ട് വാസ് യുവർ സ്നാക്ക് ടുഡേ? ഇന്ന് എന്തായിരുന്നു നിൻ്റെ സ്നാക്ക്? വാട്ട് വാസ് യുവർ സ്നാക്ക്? ഓക്കെ, വാട്ട് വാസ് യുവർ സ്നാക്ക് ടുഡേ? വാട്ട് വാസ് യുവർ സ്നാക്ക് ടുഡേ? ഇനി നമ്മൾ 8ാമത്തെ സിറ്റുവേഷനിലേക്ക് പോവാണ് കേട്ടോ. ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, റെഡിയായി, ഹോംവർക്കൊക്കെ ചെയ്തു. ഇനി കുട്ടികൾക്ക് ഡിന്നർ ഉണ്ടാക്കണം, അല്ലേ? കുട്ടികൾക്ക് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈ സഹായം വേണം മക്കളുടെ അടുത്തു നിന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? എന്നെ പാചകത്തിൽ നിന്ന് സഹായിക്കാമോ? എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഹെൽപ്പ് മീ ടു കുക്ക്? എങ്ങനെ? ക്യാൻ യു ഹെൽപ്പ് മീ ടു കുക്ക്? ഇത് തന്നെ വേറെ രീതിയിൽ പറയാം കേട്ടോ. പ്ലീസ് കം ആൻഡ് ജോയിൻ മീ ഇൻ കിച്ചൺ, അല്ലെങ്കിൽ പ്ലീസ് കം ആൻഡ് ഹെൽപ്പ് മീ ടു കുക്ക് എന്നൊക്കെ പറയാം. ഞാൻ ഒരു എക്സ്പ്രഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്യാൻ യു ഹെൽപ്പ് മീ ടു കുക്ക്? എന്നെ പാചകത്തിൽ സഹായിക്കാമോ? അതൊരു ചോദ്യമായിട്ടാണ് കേട്ടോ. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് മീ ടു കുക്ക് എന്ന് വെച്ചാൽ അത് ചോദ്യമല്ല. ഇവിടെ ക്യാൻ യു ഹെൽപ്പ് മീ ടു കുക്ക് എന്നുള്ള ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. ക്യാൻ യു ഹെൽപ്പ് മീ ടു കുക്ക്? പറഞ്ഞു നോക്കിക്കോളൂ. ക്യാൻ യു ഹെൽപ്പ് മീ ടു കുക്ക്? ക്യാൻ യു ഹെൽപ്പ് മീ ടു കുക്ക്? ഇനി കുക്കൊക്കെ ചെയ്തു, ഭക്ഷണമൊക്കെ റെഡിയായി, കഴിച്ചു. അതിനുശേഷം വീണ്ടും സ്റ്റഡി ടൈമിലേക്ക് ഇരിക്കുവാണ്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് താല്പര്യം കാണും കൊച്ചിൻ്റെ ബുക്കൊക്കെ ഇന്ന് എടുത്തു വെക്കാനും നോക്കാനൊക്കെ. നോക്കുമ്പോൾ ഇതാ സയൻസിൻ്റെ നോട്ട്ബുക്ക് കാണുന്നില്ല. നിൻ്റെ സയൻസിൻ്റെ നോട്ട്ബുക്ക് എവിടെ? എങ്ങനെ? നിൻ്റെ സയൻസിൻ്റെ നോട്ട്ബുക്ക് എവിടെ എന്ന് കുട്ടിയോട് ചോദിക്കണം. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? എവിടെയെന്ന് എങ്ങനെ ചോദിക്കുന്നത്? വേർ, അല്ലേ? യെസ്, വേർ ഈസ് യുവർ സയൻസ് നോട്ട്ബുക്ക്? എന്ത്? വേർ ഈസ് യുവർ സയൻസ് നോട്ട്ബുക്ക്? പറഞ്ഞു നോക്കിക്കോളൂ. വേർ ഈസ് യുവർ സയൻസ് നോട്ട്ബുക്ക്? എന്തും ആവാം കേട്ടോ. മാത്സ് നോട്ട്ബുക്ക് ആവാം, കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ആവാം. എവിടെ? വേർ ഈസ് യുവർ പെൻസിൽ? വേർ ഈസ് യുവർ പെൻ? എന്തും ചോദിക്കാം. ഞാനിവിടെ വേർ ഈസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. സോ വേർ ഈസ് യുവർ സയൻസ് ടെക്സ്റ്റ് ബുക്ക്? എങ്ങനെ? വേർ ഈസ് യുവർ സയൻസ് ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് മറക്കാണ്ട് ഇത് ചോദിച്ചോളൂ, വേർ ഈസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി അവരുടെ വർക്കൊക്കെ കഴിഞ്ഞു, പഠിച്ചു, റെഡിയായി, ഉറങ്ങാൻ വേണ്ടി പോവാണ്. രാവിലെ സമയത്ത് എണീക്കണം കേട്ടോ, അല്ലേ? അപ്പോൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളവർ ഇൻഡിപെൻഡൻ്റ് ആക്കും. അവരോട് പറയും അലാം സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അവരോട് ചോദിക്കുവാണ്, ഡിഡ് യു സെറ്റ് യുവർ അലാം? എങ്ങനെ? ഡിഡ് യു സെറ്റ് യുവർ അലാം? പറഞ്ഞു നോക്കിക്കോളൂ. ഡിഡ് യു സെറ്റ് യുവർ അലാം? പലരും അലാറം എന്നൊക്കെ പറയും കേട്ടോ. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഉച്ചാരണമല്ല. ഇറ്റ് ഷുഡ് ബി അലാം. ഓക്കെ, ഡിഡ് യു സെറ്റ് യുവർ അലാം എന്ന് പറഞ്ഞു നോക്കിക്കോളൂ. ഡിഡ് യു സെറ്റ് യുവർ അലാം? ഉറങ്ങാൻ പോകുന്ന കുട്ടിയോട് നമ്മൾ പറയുന്നതാണ് ഡിഡ് യു സെറ്റ് യുവർ അലാം എന്ന്. അങ്ങനെ ഒരു അലാമൊക്കെ സെറ്റ് ചെയ്ത് ഉറങ്ങാൻ വേണ്ടി പോകുന്നു. നമ്മളിന്ന് കണ്ടത് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നൊരു കുട്ടിയോട് നമ്മൾ ചോദിക്കുന്ന 10 ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നമ്മുടെ ലേണിങ്ങിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ബുക്കിൽ എഴുതുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നിങ്ങളിത് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന എപ്പോഴാണ്? നിങ്ങളിത് കമൻറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓൾറൈറ്റ്, സോ കീപ് വാച്ചിങ് യുവർ വീഡിയോസ്. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, വാച്ച് ചെയ്യുക, ലേൺ ചെയ്യുക. നമുക്കൊക്കെ ഒരുമിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാം. I wish all of you all the very best. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. Wish you all a good day.